ഭാരത് ജോഡോ യാത്ര അവസാന ഘട്ടത്തിലെത്തി നിൽക്കെ രാഹുൽ ഗാന്ധിക്ക് സുരക്ഷാ ഏജൻസികളുടെ മുന്നറിയിപ്പ്. യാത്ര ജമ്മു കാശ്മീരിലേക്ക് പ്രവേശിക്കുമ്പോൾ രാഹുൽ കാൽനടയാത്ര ഒഴിവാക്കി പകരം കാറിൽ സഞ്ചരിക്കണമെന്നാണ് നിർദ്ദേശം. അതിനിടെ പഞ്ചാബിലെ യാത്രയ്ക്കിടെ വീണ്ടും സുരക്ഷാ വീഴ്ചയുണ്ടായി. ഭാരത് ജോഡോ യാത്ര ജമ്മു കാശ്മീരിലേക്ക് പ്രവേശിക്കാനിരിക്കെയാണ് മുന്നറിയിപ്പുമായി സുരക്ഷാ ഏജൻസികൾ രംഗത്തെത്തിയിരിക്കുന്നത്. കാശ്മീരിലെത്തുമ്പോൾ രാഹുൽ ഗാന്ധി കാറിൽ സഞ്ചരിക്കണം. പര്യടനം ശ്രീനഗറിലെത്തുമ്പോൾ രാഹുലിനെ അനുഗമിക്കുന്ന നേതാക്കളുടെ എണ്ണം കുറയ്ക്കണമെന്നുമാണ് ഏജൻസികളുടെ നിർദ്ദേശം. 26-ന് നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ ലക്ഷ്യമിട്ട് ഭീകരർ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന രഹസ്യവിവരം ഏജൻസികൾക്ക് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജമ്മുവിൽ ഇതിനകം തന്നെ ഏജൻസികൾ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ പഞ്ചാബിലൂടെ കടന്നുപോകുന്ന ജോഡോ യാത്ര ജനുവരി 30-നാണ് പര്യവസാനിക്കുന്നത്. ഇതോടെ സമാപന സമ്മേളനം ജമ്മുവിൽ വിപുലമാക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന് തിരിച്ചടിയായിരിക്കുകയാണ്. അതേസമയം പഞ്ചാബിലെ യാത്രയ്ക്കിടെ രാഹുലിന്റെ സുരക്ഷയിൽ വലിയ വീഴ്ചയുണ്ടായി. പര്യടനം ഹോഷിയാർപൂരിൽ എത്തിയപ്പോൾ കോൺഗ്രസ് നേതാക്കളെ തള്ളിമാറ്റി ഒരാൾ രാഹുലിനെ കെട്ടിപ്പിടിക്കുകയായിരുന്നു. മഞ്ഞ നിറത്തിലുള്ള കോട്ടുധാരിയാണ് രാഹുലിനെ കടന്നാക്രമിച്ചത്. രാഹുൽ ഗാന്ധിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന Z+ കാറ്റഗറി സുരക്ഷയിൽ നിരവധി തവണ വീഴ്ചയുണ്ടായെന്ന് കോൺഗ്രസ് ആരോപിച്ചതിന് ആഴ്ചകൾക്ക് പിന്നാലെയാണ് പുതിയ സുരക്ഷാ വീഴ്ച. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.